ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലായിരുന്നേ. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര മഴ. എന്നാൽ പിന്നെ മഴ മാറിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ ഭൂത്താൻകെട്ട് പോകാമെന്ന് കരുതി. അതൊരു ഡാമാണ്. ഭൂത്താൻകെട്ട് ഡാമും പിന്നെ അവിടെ ഒരു പാർക്കും പിന്നെ കുറച്ച് ബോട്ടിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. സോ അത് ഒരുപാട് ദൂരമൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്, കുറച്ച് പോയാൽ മതി. അതുകൊണ്ട് എല്ലാവരും കൂടെ പറഞ്ഞ പാടെ ഡ്രസ്സ് മാറി ചാടി വണ്ടി കയറി. മമ്മിയും ചേട്ടനും ചേച്ചിയും പിന്നെ പിള്ളേരും ഉണ്ടായിരുന്നേ. അപ്പം മാത്രം വന്നില്ല. ഇത് വർക്കിച്ചനാണ്. വർക്കിച്ചൻ ഞങ്ങളുടെ ഏറ്റവും ഇളയ ആളാണ്. തൊമ്മനാണെങ്കിൽ പള്ളി കയറിയിട്ട് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങി ഐസ്ക്രീം കഴിച്ചാൽ മതി എന്നുള്ള ഒറ്റ വിചാരത്തിൽ ഓട്ടമായിരുന്നു. നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും ആരും കേട്ടില്ല. ഇത് ചെങ്കരപ്പള്ളിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോയ ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. പ്രാർത്ഥിച്ചിറങ്ങി മുറ്റത്തുനിന്ന് 2-3 ചാമ്പക്കയും പറിച്ചു. പക്ഷേ അതിനകത്ത് മൊത്തം ഉറുമ്പായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. ഒരു കടി കടിച്ചിട്ട് കളഞ്ഞു കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഡാമിൻ്റെ അവിടെയൊക്കെ വന്നു. ഡാമിനേക്കാളും കോൺസെൻട്രേഷൻ കൊടുത്തത് അപ്പുറത്തെ ഇപ്പുറത്തെ പെട്ടിക്കടയിലും ഐസ്ക്രീം കടയിലൊക്കെ ആയിരുന്നു. ഏതൊക്കെയോ കുറേ ഫ്ലേവേഴ്സ് ഐസ്ക്രീമൊക്കെ വാങ്ങി. തൊമ്മൻ ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഐസ്ക്രീമൊക്കെ തട്ടി ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പുറത്തെ പെട്ടിക്കടയിൽ പോയായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, തേൻമിഠായിയും പിന്നെ അങ്ങനത്തെ കപ്പലിൻ്റെ മിഠായി, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ കുറച്ച് നൊസ്റ്റാൾജി അടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് വാങ്ങി. മാങ്ങയും നെല്ലിക്കയും പിന്നെ പൈനാപ്പിളും ഉപ്പിലിട്ട് വെച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു. ചേച്ചി കാര്യമായിട്ട് എടുത്ത് തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ മാങ്ങയും നെല്ലിക്കയൊക്കെ കഴിച്ചു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഡാം നോക്കി നിന്നു. ആകെ 3 ഷട്ടറേ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ, ബാക്കിയെല്ലാം ക്ലോസ് ആയിരുന്നു. വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ വെള്ളവും പിന്നെ അതിന് ചുറ്റുമുള്ള കാടും ഒക്കെ. ഡാമിൻ്റെ സൈഡിലായിട്ട് കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം, കുറച്ച് നേരം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ കുറേ നേരം വീട്ടിൽ നിന്നു. ആദ്യത്തെ ചേട്ടനിട്ടു മീൻ വലയൊക്കെ വലിച്ച് കയറ്റി. പക്ഷേ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ അടുത്ത ചേട്ടൻ വന്നു. എന്നാൽ പിന്നെ ആ ചേട്ടന് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അവർ വല എറിയുന്ന കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അത് നിന്നത്. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണല്ലോ. നല്ല രസമാണ് അവരത് വലിച്ചെറിയുന്ന കാണാൻ. അപ്പോൾ രണ്ടാമത്തെ ചേട്ടനും അത് ഇട്ട് നോക്കി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ബലം ഉണ്ടോ എന്ന് അറിയണമല്ലോ. ചേട്ടനത് വലിച്ച് കയറ്റുന്നുണ്ടായി. അതിൽ മീനുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു നമ്മൾ. പക്ഷെ വലിച്ച് കയറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലും ഒന്നുമില്ല ഗൈസ്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് മഴയാണെങ്കിൽ ചെറുതായിട്ട് പൊഴിയാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു. സോ പിന്നെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തില്ല, നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ചു പോന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പാർക്കുണ്ട് കേട്ടോ. പാർക്കും പിന്നെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ടിംഗ് സർവീസ് കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു. ഒരിടയ്ക്ക് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു ഒരിടയ്ക്ക്. ഇപ്പോൾ അങ്ങനെ ആരെയും കാണുന്നില്ല. സോ ബോട്ട് സർവീസ് നിന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, പാർക്കിലും കയറിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഡാം വരെ പോയി കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. വഴിയിലാണെങ്കിൽ അവിടെ എവിടെയും പിന്നെയും പെട്ടിക്കട കാണുന്നുണ്ടായിരുന്നു. പെട്ടിക്കടയല്ല, ഐസ്ക്രീം കടയൊക്കെ. ഇനിയും വാങ്ങിക്കൊടുത്തത് തൊണ്ടയ്ക്ക് പണി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അവന് ചെറിയ വാശിയും ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ വീടെത്തി. പപ്പ അവിടെ നിൽപ്പുണ്ട്, പപ്പ വന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ചാർലിയും ജൂലിയും ഉണ്ട്. ഇതാണ് ചാർലിയും ജൂലിയും. ഇവന്മാരെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഓട്ടമായിരിക്കും. സോ ഇന്നത്തെ ദിവസത്തിലൊക്കെ സംഭവിച്ചുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. അടുത്ത വ്ലോഗിൽ കാണാം.